വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ വിവാദപരമായ കേസുകൾക്കിടയിൽ പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനും നടനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് തൻ്റെ പുതിയ സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞു. ലോ ആൻഡ് ഓർഡർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ടൈറ്റിൽ കേട്ട മാത്രയിൽ പലരും ചോദിച്ചു, നിയമക്കുരുക്കിലേക്കാണോ ഈ സിനിമ പോകുന്നത്? കാരണം രഞ്ജിത്തിന്റെ പേരിൽ കുറച്ച് കാലമായ കേസുകളുണ്ട്. ചില നടികള്, ചില സ്ത്രീകള് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഈ ലോ ആൻഡ് ഓർഡർ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ പോലും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഈ കഥ, ഈ പേര് കേൾക്കുമ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട, നിയമത്തെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന എന്തൊക്കെയോ ഉണ്ടായിരിക്കുമില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അത് സിനിമയുടെ കഥ അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു കേൾക്കുന്നത് ഇത് നിയമക്കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. എനിക്ക് അറിയാവുന്നത് എന്താ, ഇതിൽ മമ്മൂട്ടി നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നല്ല കഥാപാത്രം എന്ന് പറഞ്ഞാൽ പഴയൊരു കഥാപാത്രം എന്ന് പറഞ്ഞാല് മമ്മൂട്ടി തന്നെ അഭിനയിച്ച രഞ്ജിത്തിന്റെ സംവിധാനം ദ ബ്ലാക്ക് എന്നൊരു സിനിമയുണ്ട്. മനോഹരമായി കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അതില് മറ്റൊരു പ്രശസ്തനായ വക്കീലായിട്ട് നമ്മുടെ ലാൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാബു ആന്റണി ഉണ്ട്. റഹ്മാൻ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മമ്മൂട്ടി കാരയ്ക്കാമുറി ഷൺമുഖൻ എന്നുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇല്ലേ, കണ്ട് പല പ്രാവശ്യം കാണാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു സിനിമയും കഥാപാത്രമാണ് ഇത് ബ്ലാക്കിൻ്റെ. ആ ബ്ലാക്കിന് 2ാം ഭാഗം വരുമെന്ന് അന്നേ പറഞ്ഞു കേട്ടിരുന്നു. ഈ സിനിമ ലോ ആൻഡ് ഓർഡർ ഈ ബ്ലാക്കിന്റെ 2ാം ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റാത്തത്, ഇപ്പൊ ഒരു കാര്യവും ഒരു രീതിയിലും പുറത്തു വിടില്ല. കാറ്റിൽ പോലെ എന്തെങ്കിലും കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പരമ രഹസ്യമാണ്. ഈ രഹസ്യം ഇറക്കി വയ്ക്കുന്ന എന്തിനെന്താ, ഈ സിനിമ ഇതിന്റെ രഹസ്യം ചോർന്നാൽ പ്രേക്ഷകർക്ക് കഥ മനസ്സിലാവും, അല്ലെങ്കിൽ വേഷവിധാനം മനസ്സിലാവും, അങ്ങനെ പദം ഫ്ലോപ്പാവും എന്നുള്ളതാണ്. സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ ഓടിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ പ്രശസ്ത നോവലുകള്, ജനലക്ഷങ്ങൾ വായിച്ച നോവലുകൾ പിന്നീട് സിനിമയായിട്ടുണ്ട്. ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായി പോയിട്ടുണ്ട്, ഇല്ലേ? ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത ചെമ്മീൻ തന്നെ എടുക്കുക. ആ ചെമ്മീൻ വായിക്കാത്തവർ ചുരുക്കമായിരിക്കും. ആ ചെമ്മീൻ റിലീസ് ചെയ്തപ്പോൾ ഇപ്പോഴും ചാനലുകളിൽ വരുമ്പോൾ അത് കാണാൻ ധാരാളം പേരില്ലേ. അപ്പൊ ഇതൊന്നല്ല വിഷയം. മോഷണ വസ്തുവാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പലരും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറെ കാലമായിട്ട് മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പറയാത്ത കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴെന്താ, ഇത് ഒരു ഒറിജിനൽ സിനിമയിൽ നിന്നോ ഒറിജിനൽ നോവലിൽ നിന്നോ എടുത്തതാകാം. അത് ഇപ്പോ ഒരു വിരൽ ഞൊടിക്കുമ്പോൾ ഇത് മോഷണമാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ കഥയെക്കുറിച്ചോ, എന്തിനാ കഥാനായകൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പോലും ഇവർ പറയാറില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോ ഈ കേസിനിടയിലും രഞ്ജിത്ത് തന്റെ പ്രസ്റ്റീജ് സിനിമയായിട്ടാണ് ലോ ആൻഡ് ഓർഡറെ കാണുന്നത്. ആ ലോ ആൻഡ് ഓർഡർ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകര്. കാരണം ഇതിൽ സംതിങ് ഡിഫറെന്റ് ആയിട്ട് എന്തോ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ആ മനസ്സിലാകുന്നത് രഞ്ജിത്ത് ആരുടെ നേർക്കാണ് ഈ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിടാൻ പോകുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത്രയും ധൈര്യം രഞ്ജിത്തിനുണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം രഞ്ജിത്ത് കേസിന് പോകാൻ താല്പര്യമുള്ള ആളല്ല, ആരെയും പിണക്കാൻ താല്പര്യമുള്ള ആളല്ല. സ്വന്തം കാര്യം, സ്വന്തം ഭാഗം സേഫായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന്റെ പ്രധാന കാരണം, നമ്മുടെ ഇന്റർവ്യൂ ചോദിച്ചാൽ പോലും ചോദ്യം ആകുമ്പോൾ ഇന്ന ചോദ്യം വേണ്ട, ആ ചോദ്യം അപകടമാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സുഹൃത്താണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ ലോ ആൻഡ് ഓർഡർ സിനിമ ഞാൻ കേട്ടിടത്തോളം മനോഹരമായൊരു സിനിമയായിരിക്കും. ഒപ്പം ഇത് നിയമക്കുരുക്കിൽ പെടുത്താൻ വേണ്ടി ചിലർ ആലോചന നടത്തുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമോ?